അത് ജീവിക്കണമെങ്കിൽ ജീവനുള്ളവനിൽ വിശ്വസിക്കണം. You want to be living alive, you got to believe in the living God. അല്ലാതെ ഈ ലോകത്ത് നശിച്ചു പോകുന്ന നഷ്ടത്തിന്റെ കണക്കിനുമേലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. We are not believing onto the worldly things that is just going to be removed and taken away from this world. ഈ ലോകവും ലോകത്തിലുള്ള സകല ചരാചരങ്ങളും നീങ്ങിപ്പോകുമെന്ന് വചനം പറയുന്നു. And this whole universe and the creation of the universe may be removed. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എല്ലാം യേസ് എന്നും ആമേൻ എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. Remember, every promises and that you have received is yes and amen in Christ Jesus. ദൈവം നമ്മളെ വിളിച്ചതിന് മുന്നിൽ ഒരു പദ്ധതിയുണ്ടത്രേ. There is a plan behind our calling. അത് ജയത്തിന്റെ ഒരു ജീവിതം നയിപ്പാനത്രേ. Amen. That is a life, a victorious life on this. ആത്മതലത്തിലും ഭൗതിക തലത്തിലും അത് അപ്രകാരം തന്നെയത്രേ. Amen. In the physical world and the spiritual world, it is the same. You are yes and amen in your. ഒരുപക്ഷേ ലോകത്തിൽ പലരും പ്രസംഗിക്കുന്നത് ഇപ്രകാരമായിരിക്കാം. But in the world, many people are preaching like this. ആത്മീക തലത്തിലത്രേ ഒരു ജയത്തിന്റെ ജീവിതമെന്ന്. You will only have a victory in the spiritual realm. എന്നാൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനെ ഖണ്ഡിക്കുവാൻ ആഗ്രഹിക്കുന്നു. According to the word of God, I will break that. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും എന്ന് വചന വാഗ്ദത്തം ചെയ്യുമ്പോൾ. Hallelujah. Hallelujah. First you seek ye the kingdom of the Lord, all things shall be added unto you. അതേ ദൈവ പൈതൽ, ഈ ലോകത്ത് നീ ജീവിക്കുമ്പോൾ ലോകത്തിൽ നിനക്കുള്ള സകല ആവശ്യകതകളും നീ യഹോവയാം ദൈവത്തിൽ നോക്കുമ്പോൾ പിന്തിരിക്ക് അവന്റെ പിന്നിലൂടെ നടക്കുമ്പോൾ ആകർഷിക്കപ്പെട്ടതിനോട് കൂടിച്ചേരുമത്രേ. Lord, hallelujah. When you are walking according to the will of the Lord on this earth, anything and everything that you require for your life, it shall be added to you according to the will of the